ഒരു കള്ളക്കേസിലും കുടുക്കി എന്നെ അങ്ങ് വിഴുകിക്കളയാമെന്ന് CPM കരുതുന്നുവെങ്കിൽ തെറ്റി. നിങ്ങളുടെ ബോംബിന് മുമ്പിൽ ഞാൻ കീഴടങ്ങിയിട്ടില്ലടോ. എത്ര തവണ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കി? പേരാവൂരിൽ നിന്ന് താഴെ ചൊവ്വ ഗേറ്റ് അടച്ച് എന്റെ വാറിന് ബോംബെറിഞ്ഞ് തകർത്തു. മട്ടന്നൂരിൽ വെച്ച് എന്റെ വീടിനെ ആക്രമിച്ചു. പരിയാരത്ത് എന്നെ ആക്രമിക്കാൻ നോക്കി. പയ്യന്നൂരിൽ എന്നെ ആക്രമിച്ചു. എത്ര കേസിൽ ആക്രമിച്ചു നിങ്ങൾ? എന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഈയിടെ പേരാവൂരിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എന്റെ രോമം തൊടാൻ നിങ്ങൾക്ക് ഇനി സാധിക്കില്ല. മരണത്തെ മുഖാമുഖം കണ്ട പേരാവൂർ. ഒരു വലിയ ശക്തി മുകളിലുണ്ട് എന്ന് വിശ്വാസം വന്ന ദിവസം ബോംബും എന്റെ തലയും തമ്മിലുള്ള ഗ്യാപ്പ് ഒരടി മാത്രം, ഒരടിയില്ല. വക്കീല് കണ്ടതാ. എന്റെ തലക്ക് തണലായി ഞാൻ വെച്ചിരുന്ന എന്റെ ബാഗ് ചിതറിപ്പോയിരിക്കുന്നു. സൂട്ട് കേസ്, ചെറിയ ബ്രീഫ് കേസ് ചിതറിപ്പോയിരിക്കുന്നു. അതിൽ നിന്ന് തെറിച്ച ചില്ല് എന്റെ പുറത്തേറ്റ് എന്റെ പുറത്ത് നിന്ന് രക്തം ഒഴുകിയിരിക്കുന്നു. എന്നെ കണ്ടാൽ ബോംബേറിൽ എനിക്ക് പരിക്ക് പറ്റിയെന്നേ തോന്നുന്നു. എന്നിട്ടും ഇവൻ മരിച്ചിട്ടില്ല. മരിക്കണമായിരുന്നുവെങ്കിൽ അന്ന് മരിക്കണം. ഇനി നിങ്ങളുടെ കൈകൊണ്ട് ഞാൻ മരിക്കില്ല. അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചേക്കണമെന്ന് CPM-കാരെ ഓർമ്മിപ്പിക്കുകയാ. എന്റെ മൺമറഞ്ഞു പോയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ 10-28 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിക്കൊന്ന നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നോ കോംപ്രമൈസ്. ആ ചെറുപ്പക്കാരുടെ മൃതശരീരങ്ങൾ മാഹിപ്പാലത്ത് നിന്ന് റീത്ത് വെച്ച് സ്വീകരിച്ചു വന്ന വ്യക്തിയാണ് ഞാനും സന്നിവക്കീലും മാർട്ടിനുമൊക്കെ. ആ ചെറുപ്പക്കാരുടെ ആത്മാവ് ഇത് കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ സ്വർഗീയ ജീവിതത്തിന് അസ്തിത്വം കിട്ടണമെങ്കിൽ ഈ പോരാട്ടം നിങ്ങളോട് തുടരണം. ഈ പോരാട്ടം ഞങ്ങൾ തുടരും. CPM-നെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം. ഭരണം എല്ലാ കാലവും ഭരിക്കൂലല്ലോ. അടുത്ത ഇലക്ഷൻ വരട്ടെ, കാട്ടിത്തരും. UDF അധികാരത്തിൽ വരും. പിണറായി വിജയൻ ഇറങ്ങിപ്പോകും. കൽത്തുറുങ്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. പിണറായി വിജയനോട് ഞാൻ പറയുന്നു, നിങ്ങൾ കട്ടുമുടിച്ച എല്ലാ കേസുകളും UDF അധികാരത്തിൽ വന്നാൽ പൊക്കിയെടുത്ത് ഞങ്ങൾ തുറക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഓർക്കുക. സാധാരണക്കാരന്റെ പണം, സാധാരണക്കാരന്റെ സമ്പാദ്യം അത് തട്ടിയെടുത്ത് നാടിൽ മുഖ്യമന്ത്രിയായി വിലസുന്ന താങ്കൾക്കുമുണ്ട് ഒരവസാന ദിവസം. കുറിച്ചു വെച്ചോളൂ. ആ ദിവസം വരാൻ പോകുന്നു. ഞങ്ങൾ ആ ദിവസത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്ന് മാത്രം ഇവിടുത്തെ CPM-ന്റെ ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി. നമസ്കാരം.